വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാം, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ, അവൻ്റെ പേരെന്താ? സുരേഷ് ഗോപി. സുരേഷ് ഗോപി തമിഴ്നാട്ടിലെ കാര്യം ഇവിടെ പറയുന്നത്. ആരാ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ നീ പറഞ്ഞൂടാ? സൂപ്പർ സ്റ്റാറിനെ അറിഞ്ഞോളൂ. അതും തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ, വേൾഡിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയൂടാ. വിജയ്. ഇവൻ എന്താ ചെയ്യാൻ പറഞ്ഞതാ പറ. ഇവൻ എന്താ ചെയ്യണം? ഇത്ര വലിയ പൊട്ടനാണ് പറപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? രജനികാന്ത് ആ ചങ്ങായാണ് ഇപ്പം ഉടനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ബി ജെ പിക്കെതിരെയായി ബി ജെക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ആ ഈ സൂപ്പർ സ്റ്റാർ വീണ്ടും വരെയാണ്. ഇതിന് തമിഴ്നാട് ജനങ്ങളെ മനസ്സമാധാനം കിടത്താൻ വേണ്ടി അവൻ ഉദയം ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ തമിഴ്നാട്ടുകാർ ഈ ഫാൻസ് പവറിലും കുറേ പേര് അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഇല്ലെന്നില്ല, അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ജയലളിത, MGR, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ജയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി CM കസേര ഇരുന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനൊരു വിശ്വാസത്തെ പുറത്താണ് ഈ രജനികാന്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇതിനെ എതിർക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, സാക്ഷാത് ദളപതി തന്നെ. പക്ഷേ ദളപതിയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനൊന്നും ഇറങ്ങുന്നില്ല ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ ഈ വർഷം ഇപ്പോഴുള്ള ഇലക്ഷനിൽ കാണൂല, അടുത്ത വർഷമുള്ള ഇലക്ഷനുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അച്ഛൻ കൊടുത്ത ഒരു ഇതുണ്ടായിരുന്നല്ലോ, മറ്റേ ഇലക്ഷൻ കമ്മീഷന് ഒരു ഫോം കൊടുത്തായിരുന്നു. അതിപ്പോൾ വാപ്പസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് ഇത് അപേക്ഷ കൊടുത്തെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു നിലപാട് അത് നമുക്ക് മനസ്സിലായി. ഇത് ഇപ്പോൾ ദളപതി ഉടനെ ഇതിൽ രാഷ്ട്രീയത്തിൽ ഉടനെ കാണൂല എന്നത് വ്യക്തമായി. പക്ഷേ വരാതിരിക്കത്തില്ല, തീർച്ചയായിട്ടും വരും. അതായത് ഈ രജനികാന്തിൻ്റെ ഒരു സീനാണ് കുഴപ്പമായിട്ട് നിൽക്കുന്നത്. തമിഴ്നാട് ആൾക്കാരൊക്കെ അവിടെ ഇപ്പം തന്നെ അവിടെ ജാതി മതം ഇല്ലെങ്കിലും ജാതി ചില ഭാഗങ്ങളിൽ പല ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജാതി പ്രശ്നത്തിൽ തന്നെ ഒരു പെണ്ണിനെ വേറെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ തല്ലിക്കൊന്ന കേസും വെട്ടിക്കൊന്ന കേസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുമുണ്ട്. ഓവറായിട്ടില്ല, അപ്പോൾ എന്നാലും അവരെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ RSS പോലെ രജനികാന്തിൻ്റെ ഒരു രാഷ്ട്രീയം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മാറി രജനികാന്ത് വിജയം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക് ഇപ്പോൾ രജനികാന്ത് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ കൂടി ഒരു 5-10 വർഷം ആയുസ് കാണുമായിരിക്കും. അത് കഴിഞ്ഞ പിന്നെ ഈ വരുന്ന BJP ടീംസ് തന്നെയായിരിക്കും ഇതിലോട്ട് വരുന്നതും. അവരുടെ അജണ്ടകൾ രജനികാന്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വെച്ച് തന്നെ അവർ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ ശ്രമം. അതിനായി കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സർക്കാർ രജനികാന്തിന് കൊടുക്കും. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് രൂപ കൊടുക്കുമെന്നൊരു ന്യൂസൊക്കെ വരുന്നുണ്ട്. അത് ഫേക്കാണോ സത്യമാണോ അറിയാൻ വയ്യ. എന്തായാലും അവർ രജനികാന്ത് ബാക്കിൽ നിന്ന് പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ